വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ബയൺ മ്യൂണിക് ടു റയൽ മാഡ്രിഡ് ടു സെക്കൻഡ് ലെഗ് നടക്കാൻ പോകുന്നത് ബെർണബൂവിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കാണ് സാധ്യത എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം എന്തായാലും ഇന്നലത്തെ മത്സരത്തെക്കുറിച്ച് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ബയണിന് അത്യാവശ്യം നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു കമ്പയർഡ് ടു റയൽ മാഡ്രിഡ്. പക്ഷേ അത് അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എടുത്തില്ല. അതേസമയം തന്നെ അവർക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ കറക്റ്റ് പോയി അടിക്കുകയും ചെയ്തു. ആസ് ഓൾവേസ് റയൽ ബീങ് റയൽ അവർ ശരിക്കും പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഈ മത്സരത്തിൽ നിന്ന് കിട്ടിയത്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ കളി തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയേണാണ് ആദ്യത്തെ 10-20 മിനിറ്റ് നന്നായിട്ട് കളിച്ചതെന്നുള്ള കാര്യം കളി കണ്ട എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് മിനിറ്റിൽ തന്നെ സാനയ്ക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് സാനെ അടിച്ചു, ലുണി നന്നായിട്ട് തന്നെ സേവ് ചെയ്തു. അതിനുശേഷമാണെങ്കിലും ബയണിൻ്റെ കയ്യിലായിരുന്നു ബോൾ. ബയൺ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എൻഡ് പ്രൊഡക്റ്റ് ഒന്നും ബയണിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല. അതേസമയം തന്നെ നല്ല രീതിയിൽ റയൽ ഡിഫെൻഡ് ചെയ്തെന്നും പറയാം. അപ്പോൾ അങ്ങനെ കളിയെല്ലാം വൺ സൈഡ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വിനീഷ്യസ് ആണെങ്കിൽ നെയ്മാറിനെതിരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ടോണി ക്രൂസ് വന്നിട്ട് ഒരു കലക്കം പാസ്, ലൈൻ ബ്രേക്കിംഗ് പാസ് അദ്ദേഹം കൊടുത്തു. മോനെ വിനീഷ്യസെ പോയി അടിച്ചോടാന്ന് പറഞ്ഞു കൊടുത്തു. വിനീഷ്യസ് അത് പോയി അടിച്ചു. കൂൾ ആൻഡ് കാം ഫിനിഷ്. ശരിക്കും പറഞ്ഞാൽ കിമ്മിഞ്ച് ഔട്ട് ഓഫ് പൊസിഷൻ ആയിരുന്നു. അപ്പോൾ അത് ടോണി ക്രൂസ് കണ്ടു. വിനീഷ്യസിനോട് ഓടിക്കോളാൻ പറഞ്ഞിട്ടാണ് വിനീഷ്യസ് പോയി അടിച്ചത്. അപ്പോൾ കിമ്മിൻ ചെയ്യുന്ന ഓവറോൾ ഒരു ഡിസാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് മത്സരത്തിൽ കാഴ്ചവെച്ചത്. 2 ഗോളിലും കിമ്മിഞ്ചയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പലപ്പോഴും അദ്ദേഹം ഔട്ട് ഓഫ് പൊസിഷൻ ആയിരുന്നു. വിനീഷ്യസിനെ തടയാനായിട്ട് പുള്ളിക്കാരന് പറ്റുന്നുണ്ടായില്ല. അതുപോലെ പെനാൽറ്റി വഴങ്ങിയതും കിമ്മിഞ്ചയാണ്. അപ്പോൾ ഇന്നലെ കിമ്മിഞ്ച മോശമാണ്. അതേസമയം തന്നെ അപ്പുറത്ത് ലൂക്കസ് വാസ്കസും റയലിന് വേണ്ടിയിട്ട് മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശരിക്കും റയൽ ഗോളടിച്ചതിന് ശേഷം പിന്നെ കുറേ നേരം അവരുടെ നല്ലൊരു സ്പെല്ലായിരുന്നു. ശരിക്കും അവരുടെ കയ്യിൽ കുറേ നേരം ബോൾ കൺട്രോളൊക്കെ ഉണ്ടായിരുന്നു. ബയൺ ശരിക്കും പതുങ്ങിയിരിക്കുകയായിരുന്നു. റയൽ കുറേ നേരം ബോളൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഗൊരറ്റ്സ്കാനെ മാറ്റിയിട്ട് ഗുറേറാനെ ഇറക്കിയ നല്ലൊരു മൂവ് ആയിരുന്നു. അതിന് ശേഷമാണ് 2 ഗോളുകളും വന്നത്. സാനയുടെ ആ ഒരു കിടിലൻ ഗോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ കീപ്പറിൻ്റെ സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ അതെപ്പോഴും ഗോൾ കീപ്പറിൻ്റെ മിസ്റ്റേക്കാണെന്നേ പറയുള്ളൂ. കാരണം നിയർ പോസ്റ്റിൽ ഗോൾ കീപ്പർ അത് സേവ് ചെയ്യേണ്ടതാണ്. പക്ഷേ അത്രയും പവറിലാണ് സാന അടിച്ചത്. സാന ഇന്നലെ കളി തുടങ്ങിയപ്പോൾ ലെഫ്റ്റ് വിങ്ങിലായിരുന്നു. പിന്നെ അതിന് ശേഷം ഗോൾ വന്നപ്പോൾ റൈറ്റ് വിങ്ങിലായിരുന്നു. അപ്പോൾ 2 ഫ്ലാങ്കിലും പുള്ളി നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇന്നലെ ഒരു കാര്യം കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബറിനാണ് അവസാനമായിട്ട് സാന ഗോൾ അടിച്ചതെന്നുള്ളതാണ്. ഞാൻ ഡബിൾ ചെക്ക് ചെയ്തില്ല. അപ്പം അങ്ങനെ അത്രയും നാൾ ഗോൾ അടിക്കാതിരുന്ന ഒരു പ്ലെയറായിട്ട് തോന്നുന്നേ ഉണ്ടായില്ല. സാന നന്നായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സാനയുടെ ഭാഗത്ത് നിന്ന് ഗോൾ വന്നു. അതിന് ശേഷം പിന്നെ മ്യൂസിയാലേനെ വാസ്കസ് ഫോളോ ചെയ്തു. അതിന് പെനാൽറ്റി കിട്ടി. അപ്പോൾ അങ്ങനെ 2-1 മൊമെൻറ്റം നേരെ ബയണിന് അനുകൂലമായിട്ട് ഷിഫ്റ്റായി. പിന്നെ ബയണിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർ ഗോൾ അടിക്കുമെന്നൊക്കെയാണ് തോന്നിയത്. പക്ഷേ ആ സമയത്തേക്ക് വന്നപ്പോൾ റയൽ അവരുടെ എക്സ്പീരിയൻസ് കാണിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൻചലോട്ടി സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇറക്കി ഗെയിമിനെ കൺട്രോൾ ചെയ്തു. മോഡ്രിച്ച് വന്നു, കമവിംഗ് വന്നു, ഡിയാസ് വന്നു. അപ്പോൾ അങ്ങനെ അഞ്ചലോട്ടിയാണല്ലോ അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ഗെയിമിനെ വരുതിയിൽ നിർത്തി എന്നുള്ളതാണ്. പിന്നീടാണ് ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് വന്ന് റോഡ്രിഗോനെ കിമ്മിഞ്ചെ ഫൗൾ ചെയ്ത് വീഴ്ത്തി. അങ്ങനെ അത് വിനീഷ്യസ് അടിച്ച് കയറ്റി. വിനീഷ്യസ് ഫസ്റ്റ് ഹാഫിന് തുടക്കത്തിൽ അങ്ങനെ ലൈമാറായിട്ട് സ്ട്രഗിൾ കണ്ടപ്പോൾ വിനീഷ്യസിൻ്റെ ദിവസമായിരിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ വിനീഷ്യസ് ഒരിക്കൽ കൂടി ബിഗ് ഗെയിം പ്ലെയറാണെന്ന് തെളിയിച്ചു. 2 ഗോളുകളും നല്ല ഗോളുകളായിരുന്നു. അപ്പോൾ അങ്ങനെ വിനീഷ്യസിൻ്റെ ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അതേസമയം ഹാരി കെയിൻ്റെ കാര്യം പറയണം. വിനീഷ്യസ് എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഹാരി കെയിൻ. ബിഗ് ഗെയിംസിൽ പലപ്പോഴും ഗോസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഇന്നലെ കളി തുടങ്ങിയപ്പോൾ ഹാരി കെയിൻ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ബോളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു വിങ്ങേഴ്സിനൊക്കെ. അതിനുശേഷം പിന്നെ മൂപ്പര് മിസ്സിങ് ആയെന്നുള്ളതാണ്. റോഡിഗർ നന്നായിട്ട് തന്നെ ഹാരി കെയിനെ ഹാൻഡിൽ ചെയ്തു. അതുപോലെ ആ ഗോള് പെനാൽറ്റി ഗോളിൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓവറോൾ പിന്നെ ഹാരി കെയിൻ കാര്യമായിട്ട് ഇൻവോൾവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതാണ് ഓവറോൾ ഇന്നലെ നടന്നത്. 2-2 ആയതിനു ശേഷമാണെങ്കിലും വീണ്ടും ഓപ്പർച്യൂണിറ്റികളൊക്കെ 2 ടീമിനും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇനിയിപ്പോൾ എന്തായാലും സെക്കൻഡ് ലെഗിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അത് തീർച്ചയായും അഡ്വാൻറ്റേജ് ടു റയൽ മാഡ്രിഡ് ആണ്. അവരുടെ ഹോം മത്സരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് റയലിനുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.